ഹായ് ഡിയേഴ്സ്, ഇന്നൊരു മിനി സ്റ്റഡി വ്ളോഗാണേ. രാവിലെ 6 മണിയൊക്കെ ആയപ്പോഴാണ് പഠിക്കാനിരുന്നത്. ആദ്യം തന്നെ ഇലക്ട്രോണിക്സിലെ ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് പഠിച്ചത്. ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി കവർ ചെയ്തിട്ടുണ്ട്. റിമൈനിങ് ടോപ്പിക്സ് ആ ചാപ്റ്ററിൽ ഞാൻ കഴിഞ്ഞ ദിവസം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കവർ ചെയ്തതിന് ശേഷം ഞാൻ ആ സിലബസ് എടുത്ത് ഇങ്ങനെ സ്ട്രൈക്ക് ഓഫ് ചെയ്തു. ബട്ട് ഞാൻ ട്രാൻസിസ്റ്റേഴ്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ദ റീസൺ ഈസ് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഇനി തൊട്ട് ഷോർട്ട് നോട്ട്സും കൂടി എഴുതി കംപ്ലീറ്റ് ചെയ്യുന്ന പോർഷൻ മാത്രമേ ഞാൻ സിലബസിൽ നിന്ന് സ്ട്രൈക്ക് ഓഫ് ചെയ്യത്തുള്ളൂ. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഈ ഷോർട്ട് നോട്ട്സ് എഴുതാത്ത ടോപ്പിക്കുകൾ ഞാൻ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒട്ടും മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഈ പഠിച്ചതും പഠിക്കാത്തതും ഒരേപോലെ ഇരിക്കും എന്ന് പറഞ്ഞ കണക്കത്തൊരു അവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ ഷോർട്ട് നോട്ട്സ് എഴുതിയതിന് ശേഷം മാത്രം സ്ട്രൈക്ക് ഓഫ് ചെയ്തോളും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം ഞാൻ അടുത്തതായിട്ട് സോളിഡ് സ്റ്റേറ്റ് ആണ് പഠിച്ചത്. ഈ സോളിഡ് സ്റ്റേറ്റ് കുറച്ചൊക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ ഒരാൾ കമൻറ്റിൽ ചോദിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, അതായത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ടോപ്പിക്സ് കവർ ചെയ്യുന്നതെന്ന്. ഒട്ടും ഇല്ല കേട്ടോ, ഭയങ്കര സ്ലോ ആയിട്ട് പഠിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയുന്നതൊക്കെ ഒരു 2-3 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചു തീർത്ത ടോപ്പിക്കുകളാണ്. എല്ലാം കൂടി ഒറ്റ സ്ട്രെച്ചിന് പഠിക്കാനുള്ളൊരു കഴിവ് എനിക്കില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ഇത് കണ്ടിട്ട് ജഡ്ജ്മെൻ്റ് ആവരുത്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള തോട്ട്സ് ഒന്നും നിങ്ങളുടെ മനസ്സിൽ വരരുത്. 2-3 ദിവസമൊക്കെ എടുത്തിട്ട് ഞാൻ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ ഇത്. സോ അതിന് ശേഷം പിന്നെ വൈകിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഫോണിൽ ക്ലാസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏത് ചാനലാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ ടോപ്പിക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം വരുന്ന ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഏതെങ്കിലും ഒരു ചാനലിൽ നിന്നാണ് കാണുന്നത്. സോ അതിന് ശേഷം ഇന്ന് എഴുതിയ മതിൽ ഒട്ടിക്കാനുള്ള ടോപ്പിക്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 5.5 മണിക്കൂർ എനിക്കിന്ന് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നാളെ കുറച്ചുകൂടിയൊക്കെ ടൈം കൂട്ടണം എന്നാണ് ചിന്തിക്കുന്നത്. സോ അത്രയേ ഉള്ളൂ.